എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 അലോട്ട്മെന്റ് 2025 മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ്, അതായത് മൂന്നാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഹൗ ടു ചെക്ക് +1 തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 അലോട്ട്മെന്റ് 2025 മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് ആണ് മൂന്നാം അലോട്ട്മെന്റ് റിസൾട്ടും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കാം. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ്, ഡിസ്ട്രിക്ട് നൽകി ലോഗിൻ ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല. മൂന്നാം അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഇനി അടുത്ത ഘട്ടം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുതുക്കി നൽകണം. പുതുക്കി നൽകാത്ത യാതൊരു ആപ്ലിക്കേഷനുകളും നിങ്ങളിപ്പം ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം അപേക്ഷിച്ചപ്പോൾ നിങ്ങളെ ആദ്യത്തെ 3 അലോട്ട്മെന്റുകളിൽ പരിഗണിച്ചു. ബട്ട് നിങ്ങൾക്ക് ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്ത് പുതുക്കി നൽകേണ്ടതാണ്. അല്ലാതെ പുതുക്കി നൽകാത്ത യാതൊരു അപേക്ഷകളും സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പരിഗണിക്കുന്നതല്ലെന്ന് ഓർത്തിരിക്കുക. അല്ലാതെയുള്ള എല്ലാ അപേക്ഷകളും തള്ളും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല, വിഷമിക്കേണ്ട. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലായാലും നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനായാലും, ഇനി ഒരു 4ാം അലോട്ട്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും ആണെങ്കിലും, ഇനി ഇഷ്ടപ്പെടാത്ത സ്കൂളും ഇഷ്ടപ്പെടാത്ത കോഴ്സാണെങ്കിലും നോ ഓപ്ഷൻ. നിങ്ങൾ പെർമനന്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണം. ടെമ്പററി അഡ്മിഷൻ എടുത്ത് വെയിറ്റ് ചെയ്ത് വന്ന വിദ്യാർത്ഥികൾക്ക്, ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും മൂന്നാം അലോട്ട്മെന്റോടുകൂടി നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. ഇനി നിങ്ങൾക്കൊരു ടെമ്പററി അഡ്മിഷൻ ഇല്ല. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, അതേ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് മൂന്നാം അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ അതേ സ്കൂളിൽ തന്നെ നിങ്ങൾ വീണ്ടും ചെന്ന് അഡ്മിഷൻ, സ്ഥിരപ്രവേശനം, പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു കാണുന്നവരെ, മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.